ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്ന് ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് തുറന്നു നോക്കുന്നതിന് മുന്നേ നിങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോവാം. എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ. ഇത് കണ്ടോ, ഇതൊരു ഫ്ലാസ്കാണേ. ഇതൊരെണ്ണം ഉണ്ട്, പിന്നെ ഒരെണ്ണം ഇത് കണ്ടോ, ഇതൊരെണ്ണം. ഇത് രണ്ടിനും കൂടെ ആയിട്ട് 499 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഈ സാധനമാണ് ഞാൻ വാങ്ങിയത്. ഇത് തുറന്ന് കാണിച്ചു തരാം. ഇതൊരെണ്ണം. ഇതിനകത്ത് അടപ്പും കൂടെ ഉണ്ട്. അതിൻ്റെ ഇതുണ്ടോ, ഇതൊന്ന്. അതുപോലെ തന്നെ ഇതൊരെണ്ണം, 2, ഇത് 3, ഇത് 4. ഈ 4 സാധനങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അടച്ചു വെച്ച് നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ, 499 രൂപയ്ക്ക് ഇത് ലാഭമുണ്ടല്ലേ. ഇത് പിന്നെ ഒരു ഫ്ലാസ്കാണ്. ഇത് കണ്ടോ, ചൂട് നിൽക്കുന്നൊരു ഫ്ലാസ്കാണ്. ഇതിൽ കാപ്പി അങ്ങനെ ചായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. നമുക്കിപ്പം എവിടെയെങ്കിലും പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ചൂടോടുകൂടി കഴിക്കണമെന്ന് തോന്നണമെങ്കിൽ ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് ആണ് ഞാൻ നാപ്റ്റോളിൽ നിന്ന് വാങ്ങിയത്. കണ്ടോ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ? കളറൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. ഇഷ്ടപ്പെട്ടോ എൻ്റെ കൂട്ടുകാർക്ക്? ഇത് 1 ലിറ്റർ വെള്ളം കൊള്ളും കേട്ടോ. ഇത് കുറേ സമയം ചൂട് നിൽക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് ചൂട് വെള്ളമൊന്നും ഞാൻ ഒഴിച്ച് നോക്കിയില്ല. നോക്കാം, ചൂട് നിൽക്കുകയാണെങ്കിൽ നല്ലത്. പിന്നെ ഇത് നമുക്കിപ്പോൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ആഹാര സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. ഇതും ചൂട് നിൽക്കുന്നൊരു പാത്രമാണെന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് ഞാൻ അങ്ങനെ വാങ്ങിയതേ ഉള്ളൂ. ഉപയോഗിച്ച് നോക്കിയാൽ അറിയാം ഇതിൻ്റെ മഹത്വം എന്താണെന്നുള്ളത്, അല്ലേ? ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാവേ. അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ നിങ്ങളെയും കൂടെ എൻ്റെ കൂടെ കൂട്ടിയത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് കുറേ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടും കൂടെയാണ് വന്നത്. ഇപ്പോൾ നമുക്ക് യൂട്യൂബ് എടുത്ത് നോക്കിയാലും TV ഓൺ ചെയ്ത് നോക്കിയാലും എല്ലാം കാണുന്ന കുറേ വിഷമങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. എന്ത് പറയാനാണ്, നമുക്ക് സത്യം പറഞ്ഞാൽ സിനിമയെന്ന് പറയുന്നത്, സിനിമ കാണാൻ പോകാൻ ഇപ്പോൾ പേടിയാണ് സത്യം. നല്ല കുടുംബ ചിത്രങ്ങളായിട്ടുള്ള ഒരു സിനിമകളും ഇല്ല. ഏത് സിനിമ കാണാൻ പോയാലും അതിലൊരു വെട്ടും കുത്തും കൊലപാതകവും വെച്ചിട്ടാണ് സിനിമകൾ എടുക്കുന്നത്. നമ്മൾ മനസ്സിലൊരു വിഷമമൊക്കെ ഉള്ളവർ ഒരു സിനിമ കണ്ടിരിക്കുമ്പോൾ സന്തോഷം കിട്ടാനല്ലേ സിനിമയ്ക്ക് പോകുന്നത്. അത് സിനിമ തുടങ്ങുമ്പോൾ തന്നെ വെട്ടും കുത്തും കൊലപാതകത്തോടു കൂടിയുള്ള സിനിമകളാണ് കാണുന്നത്. അപ്പം കണ്ണും പൊത്തി ചെവിയും പൊത്തി ഇരുന്നാണ് തിയേറ്ററിലിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് ഈ സിനിമ ഒന്ന് തീർന്നു കിട്ടിയെങ്കിൽ ഇറങ്ങി ഓടാന്നുള്ള രീതിയിലാണ് ആൾക്കാർ. അപ്പോൾ
എനിക്കും എന്നെപ്പോലെ ഇതുപോലെ അഭിപ്രായമുള്ള കുറേ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണ്, നല്ല കുടുംബ ചിത്രങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കൂ, മറ്റുള്ള ആൾക്കാർക്ക് കാണാനും ആസ്വദിക്കാനും പറ്റുന്ന സിനിമകൾ എടുക്കൂ എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണെന്ന് എന്നെ നിങ്ങൾ കൂട്ടിക്കോളും. ഇതിലൊരു 1 ലിറ്റർ വെള്ളം കൊള്ളും. ഇത് കുറേ സമയം ചൂട് നിൽക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഞാനിത് ഉപയോഗിച്ച് നോക്കിയില്ല, ഇപ്പോൾ പൊട്ടിച്ച് നോക്കിയല്ലേ ഉള്ളൂ. ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഇത് പറഞ്ഞു തരാമേ, ഇതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അതുപോലെ ഇതിന് ഒരു 4 തട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത് ഒന്ന് മതിയെങ്കിൽ ഒന്ന് വെച്ചിട്ട് വേണമെങ്കിൽ ഇത് ഇങ്ങനെ കൊണ്ടുപോയി പോകാൻ പറ്റും. ഇപ്പോൾ ഒരെണ്ണം മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതിയെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അടച്ചുകൊണ്ട് പോകാം. അതല്ല 2 എണ്ണം വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, ഇങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഒന്നിൽ ചോറ്, ഇതിൽ കറികൾ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാം. അതെല്ലാം 4 എണ്ണവും നമുക്കിങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, ഇത് ഓരോന്നിലും ഓരോ കറികളൊക്കെ വെച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. പുറത്തോട്ടൊക്കെ നമ്മളിപ്പം ദൂര സ്ഥലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിലൊക്കെ വേണമെങ്കിൽ ആഹാര സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ചൂട് നിൽക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങണമെന്ന് തോന്നിയിട്ടാണ് ഞാനിത് വാങ്ങിയത്. ഇഷ്ടമായോ നിങ്ങൾക്ക്? അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതുപോലെ ഞാൻ കുറേ സാധനങ്ങൾ ഇതുപോലെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് നാളൊക്കെ മുന്നേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഓർഡർ ചെയ്ത് വരുത്തിയത്. എൻ്റെ കൂട്ടുകാരുടെ കുറേ സംശയങ്ങളുണ്ടേ. എന്നെ കാണുമ്പോഴെല്ലാം കുറേ പേരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിത്തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ കുറേ കടമ്പകളൊക്കെ കടന്ന് കയറിയാലേ ഇതൊക്കെ കിട്ടുകയുള്ളൂ. നമ്മളിപ്പോൾ വീഡിയോ ഇട്ടതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉടനെ തന്നെ അതിൽ നിന്ന് ക്യാഷൊന്നും വരികയൊന്നുമില്ല. എനിക്കിതിൻ്റെ ഒരു കാര്യങ്ങളും അറിയില്ലായിരുന്നു. പിന്നീട് ഞാനിതൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്ത മറുപടിയാണ് ഇതിലൂടെയും പറയുന്നത്. യൂട്യൂബിൽ നിന്ന് അങ്ങനെ വീഡിയോ ഇട്ടുടനെയൊന്നും വരുമാനമൊന്നും കിട്ടുകയൊന്നുമില്ല. വർഷങ്ങളോളം വീഡിയോകളൊക്കെ ഇട്ട് കുറേ വർഷമായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് പോലും ക്യാഷൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. ഞാൻ കുറച്ച് പേരൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബ് തുടങ്ങിയ ഉടനെയൊന്നും ക്യാഷൊന്നും വരില്ല. അതിനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേരൊക്കെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമെന്നുള്ള ഒരു ഇതിലൊക്കെയാണ് നമുക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെ പോയിട്ടുള്ളത്. അവരൊക്കെ വിചാരിക്കും, ഇതിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉടനെ കാശ് വരുമല്ലോ എന്നൊക്കെയാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ അതൊന്നുമല്ല. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ എന്തായാലും നിങ്ങളെ ഞാൻ അറിയിക്കും. എൻ്റെ കൂട്ടുകാരല്ലേ എനിക്ക് അതൊക്കെ നേടിത്തരുന്നത്. അപ്പം നിങ്ങളെ ഞാൻ അറിയിക്കാതിരിക്കുമോ? വരുമാനം കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ഞാൻ പറയും നിങ്ങളോട്, കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിലൂടെ വരാം, അപ്പോൾ സംസാരിക്കാവേ. അപ്പോൾ ഇപ്പോൾ ഉത്സവങ്ങളുടെയൊക്കെ തിരക്കിലായിരിക്കുമല്ലേ എല്ലാവരും. എല്ലാ അമ്പലങ്ങളിലൊക്കെ ഉത്സവമൊക്കെ തുടങ്ങിയല്ലോ അല്ലേ. ആറ്റുകാൽ അമ്പലത്തിൽ ഇന്ന് ഉത്സവം തുടങ്ങി. അങ്ങനെ ഓരോ അമ്പലങ്ങളിലും ഉത്സവങ്ങളും സന്തോഷങ്ങളുമായിട്ട് എല്ലാവരും നടക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.